ഹലോ ഗൈസ്, യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് മീഡിയ ബിഗ് ബോസ് ടോക്ക് ആണ്. നമ്മുടെ രേണുസുതി പോയില്ലേ, അതിനുശേഷം അവിടെ എന്തോ നടന്നിട്ടുണ്ട്. രേണുസുതിയെ നമ്മൾ എപ്പോഴും കാണാറില്ലല്ലോ, അതുപോലെയാണ് ഇപ്പൊ പലരെയും കേട്ടോ കാണുന്നില്ല. പലരെയും പല കണ്ടസ്റ്റൻസും അത് കഴിഞ്ഞ ആഴ്ച വരെ ഇങ്ങനെ തിളങ്ങി നിന്ന പലരെയും ഇപ്പം സ്ക്രീനിൽ കാണാൻ കിട്ടുന്നില്ല. ലൈവില് എവിടെയാന്ന് പോയി തപ്പി നോക്കണം ഇവരൊക്കെ ഉള്ളത്. ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയാണോ? ബിഗ് ബോസിന് അതായത് ഈ ട്രാക്ക് അവിടുന്ന് ഇല്ലാതാവരുത് എന്നുള്ള രീതിയിൽ ഇവർ അതിനൊരു പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് സംഭവിച്ചാണെന്ന് അറിഞ്ഞൂടാ കേട്ടോ. അതായത് മെയിനായിട്ട് ഇതുവരെയുള്ള കളി വെച്ചിട്ട് ഓരോ ദിവസങ്ങൾ കൊണ്ട് ഒരു ട്രാക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെ. പിന്നെ 2 വിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല സംഭവങ്ങൾ, അതായത് ഇനിയും അങ്ങോട്ട് വലിയ പൊട്ടിത്തെറികൾക്കും അല്ലെങ്കിൽ വളരെ രസകരമായിട്ടുള്ള കണ്ടന്റ് ഉണ്ടാവാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം എവിടെയോ മിസ്സായി പോയിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീക്കിലൊക്കെ. അതെ, കഴിഞ്ഞ വീക്ക് വരെ അല്ലേ? കഴിഞ്ഞ വീക്ക് വരെ, ഈ ഞായറാഴ്ച വരെ. ഇന്നലെ ഇപ്പൊ എന്താ ഉണ്ടായ ലൈവിലാണെങ്കിലും എനിക്ക് തോന്നുന്നു 1-2 സംഭവങ്ങൾ. അതായത് ഒന്ന് ക്യാപ്റ്റൻസി ടാസ്ക്, പിന്നെ ഒന്ന് നോമിനേഷൻ. ഈ 2 സംഭവങ്ങളാണ് മെയിൻ ആയിട്ട് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഉള്ളതൊക്കെ ഈ കുട്ടികളുടെ കളികള്. ഇപ്പൊ അനീഷ് അക്ബർ, ഇതേ ഉള്ളൂ. അനീഷ് ഷാനവാസിന് അനീഷേ ഉള്ളൂ, അനീഷിന് ഷാനവാസേ ഉള്ളൂ. അതും ഒന്നുമില്ല. അതായത് നമുക്കിത് ആദ്യം രസം ഉണ്ടായിരുന്നു. ഏത് അനീഷ് ഷാനവാസ് കോംബോ ഭയങ്കര ബോറടിച്ചു തുടങ്ങി. ഒന്നുമില്ല. എന്നിട്ട് വെറുതെ ഏതാ കൂർക്കഞ്ചേരി എന്താ സ്ഥലത്തിന്റെ പേരും പറഞ്ഞിട്ട് അവരെ കളിയാക്കല്ലേ. അവരെ ഷാനവാസിന് ഇതേ പറയാനുള്ളൂ. അപ്പുറത്ത് നീ മണ്ടനാണ്, നീ മരമണ്ടനാണ്, ഇതേ പറയാം. ഇതല്ലാതെ വേറെ ഇവര് തമ്മിൽ ഒരു സാധനം വരുന്നില്ല. അനീഷ് ഒരു സമയത്ത് ആള് ബാത്റൂമിൽ പോകുന്നുണ്ട്. ആ സമയത്ത് അഴിച്ചു വെച്ചു മൈക്ക്. ആ മൈക്ക് എടുത്തിട്ട് നവീൻ കൊണ്ടുവന്ന് ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം അനീഷ് പുറത്തിറങ്ങിയിട്ട് പറയാണ്, എനിക്കത് എടുത്തോടെ തന്നെ വെക്കണം, അവിടുന്ന് തന്നെ കിട്ടണം. ഒന്ന് ആലോചിച്ച് നോക്കണം. കണ്ടന്റ് ഇല്ലായ്മന്റെ കണ്ടന്റ് ആണോ? എന്നിട്ട് അത് വലുതാക്കിയ വേറെ ഒന്നുമില്ല ബിഗ് ബോസിന് കാണിക്കാൻ. എന്നിട്ട് ഇത് വലിയൊരു സംഭവമായിട്ട് ബിഗ് ബോസ് കാണിച്ചോണ്ടിരിക്കുക. വേറെ എന്തെങ്കിലും വേണ്ടേ അവിടെ? അതായത് അക്ബറിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അക്ബർ ആകെ ഉള്ളത് ജിസേലിന് താങ്ങും, പിന്നെ ആര്യനെ താങ്ങും, കുറച്ച് ആൾക്കാരെ താങ്ങും. എന്താ അവിടെ കുറച്ച് പണികളൊക്കെ ചെയ്യണം. അത് അവരൊക്കെ ചെയ്തോളും എന്നുള്ളത് കൊണ്ട് നൈസായിട്ട് അതിനിങ്ങനെ താങ്ങി കൊടുക്കുന്ന പരിപാടിയാണുള്ളത്. പിന്നുള്ളത് ബിന്നിയാണ്. ബിന്നി മാത്രമാണ് കഴിഞ്ഞ, അതായത് എവിക്ഷനിൽ വന്നിട്ട് ജസ്റ്റ് മിസ്സാണെന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ആദ്യത്തെ സമയത്ത് കുറച്ച് പൊട്ടിത്തെറിച്ച് ട്രാക്കിലേക്ക് കയറിയിട്ട് പിന്നെയും തിരിച്ചിറങ്ങി. പിന്നെയും ആൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും കണ്ടസ്റ്റൻസിനും അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുമാത്രം ശരിയാണ്, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ കൊണ്ടിട്ട് കൊടുത്തേക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ആ അവസ്ഥയാണ്. ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. അതായത് ബിഗ് ബോസ് തുടങ്ങൂലേ, തുടങ്ങിയ സമയത്ത് മത്സരാർത്ഥികളെ എല്ലാവരും അവിടെ കയറ്റി വിട്ടു. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ അല്ലേ? ആ അവസ്ഥയാണ്. അതായത് കുറെ വഴികൾ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൊട്ടി അടച്ചതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. അനുമോള് ടോട്ടലി വേറെ ട്രാക്ക് പിടിച്ചു. അനുമോളെ കാണാനില്ല. അനുമോള് കാണാനില്ലാത്ത പോട്ടെ, പിടിച്ച ട്രാക്ക് ഉണ്ടല്ലോ, അത് അനുമോൾക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് വരാൻ പോകുന്ന സംഭവം. ഉറപ്പാണ് അനുമോള് തീരാൻ പോവാ. അതെ, കത്തിയ ആ ആളിക്കത്തലൊക്കെ ഉണ്ടല്ലോ, ആ ട്രാക്കിലാ പോകുന്നെങ്കിൽ ഉറപ്പായിട്ടും. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഇത് പുറത്തായാലും അനുമോൾക്കെതിരെ അല്ലെങ്കിൽ അനുമോൾക്ക് സപ്പോർട്ട്, ഈ 2 വിഭാഗം ഉണ്ടായിരുന്നത്. ആ സപ്പോർട്ടിന്റെ ഭാഗമായിട്ട് എല്ലാവരും അനുമോൾക്കൊപ്പം നിൽക്കും. അപ്പൊ അനുമോളുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ സപ്പോർട്ട്, അങ്ങനെയായിരുന്നല്ലോ. ഇനി എതിരെ നിൽക്കുന്നവർ ആരൊക്കെയാണോ എതിരെ നിൽക്കുന്നത്, അനുമോൾക്കെതിരെ പറയുന്നത്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പുറത്തുണ്ടാവും. ഈ 2 രീതിയിലായിരുന്നു ഇതിന്റെ ആ ഒരു ട്രാക്ക് പോയിരുന്നത്. അത് മൊത്തത്തിൽ മാറി. ഇന്നലെ ജിസേൽ നോമിനേഷൻ ചെയ്തപ്പോ അനുമോളെ നോമിനേറ്റ് ചെയ്തിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള, ഇത്രയും മോശമായ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ടും അനുമോളെ വെറുതെ വിട്ടു. ഇത് ജിസേലിന്റെ നല്ല മനസ്സാണ്, ഹ്യൂമാനിറ്റി എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ കണ്ടന്റ് മാറ്റി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടെ. തീർച്ചയായിട്ടും. അതായത് അത് അവരുടെ ഭാഗത്തുനിന്ന് നല്ല കളിയാണ്, ശരിയാണ്. അതായത് അനുമോളെ മെയിൻ പ്രാധാന്യം കൊടുക്കാതെ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. പക്ഷേ അനുമോൾ എന്ന കണ്ടന്റ് അവസാനിക്കാൻ പോവാണ്. ബിഗ് ബോസിന്റെ ഇന്നലത്തെ മൊത്തം ലൈവ് എടുത്ത് നോക്കിയാൽ മതി, സ്ക്രീൻ സ്പേസേ ഇല്ല.
നമ്മളിങ്ങനെ കാണുമ്പോൾ അതിലൂടെ ഒരാളെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, അതിലൂടെയും പിന്നെ രാത്രി ഇരുന്നിട്ട് ഫുള്ള് ഇവരുടെ ജിഷിനും ഇവരെല്ലാരും കൂടി ഇരുന്നിട്ടുള്ള ഒരു കളികളും മറ്റേ കൈനോട്ടവും. പ്രവീണും അനുമോളുമാണ് ഇപ്പോ ട്രാക്ക് പിടിച്ചിരിക്കുന്നത്. എന്തൊരു വൃത്തികേടാണ് സത്യമായിട്ടും. നമുക്ക് ഇതെന്തറിയോ നോക്കുന്നില്ല അവിടെ വരുമ്പോ അടിച്ച കുട്ടിഞ്ഞ പിന്നെ അടുത്ത കണ്ടാ മതി. അതെ അതെ, എന്ത് പോറ. അതായത് തുടക്കത്തിൽ മുതൽ അനുമോളുടെ ഒരു ഇത് പറയാം, പലരും പറയുന്ന ആൾക്കാരുണ്ട്. അതായത് ആര്യനെ ചെറിയ രീതിയിൽ ക്രഷ് അടിച്ച് ആര്യനുമായിട്ടൊരു കോംബോ ഉണ്ടാക്കാനുള്ള ശ്രമം അനുമോൾക്ക് നടത്തിയിരുന്നു. അത് അവരുടെ കണ്ടസ്റ്റൻസ് തന്നെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെ അത് പറയുകയും ചെയ്തു. അതെ, അപ്പൊ അത് പാളിപ്പോയതാണ്. പിന്നീട് ആര്യൻ എതിരാളിയായി മാറി. അതൊന്നും ഒരു തെറ്റല്ല, മനസ്സിലാവുണ്ടോ? അതൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയി. ഇപ്പൊ പുതിയൊരാളെ കിട്ടി വൈൽഡ് കാർഡിലൂടെ, പ്രവീണിനെ. അപ്പോൾ ഞായറാഴ്ചയോടെ എല്ലാം കൊട്ടിക്കലാശം നടത്തി ലാലേട്ടൻ വന്നിട്ട്. അപ്പോൾ ലാലേട്ടൻ വന്ന ആ ഒരു എപ്പിസോഡിന് ശേഷം അനുമോൾക്ക് പുതിയതായിട്ടുള്ള കണ്ടന്റ് വേണം. കൂടെ നിന്നിരുന്ന ശൈത്യ പോയി, കൂടെ നിന്നിരുന്ന ആദില നൂറ കാലുമാറി വേറെ വഴിക്കായി. ആദില നൂറക്കും കണ്ടന്റ് ഇല്ലായ്മ കുറച്ച് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവർ രണ്ടുപേരുള്ളത് കൊണ്ട് പരസ്പരം അവർക്ക് സംസാരിക്കാനുള്ളതൊക്കെ പുറത്തു വരും. അവർ സംസാരിക്കുന്ന സാധനത്തിന് കുറച്ച് പ്രാധാന്യം കിട്ടും. അത് അവർ രണ്ടുപേരുള്ളത് കൊണ്ട് അവർക്കൊരു ഗുണമാണ്. അതെ അതെ. ഇപ്പൊ ആര്യൻ ജിസേൽ ഓൾക്ക് പ്രാധാന്യം കിട്ടുന്നില്ല. അനീഷ് ഷാനവാസ് പ്രാധാന്യം കിട്ടുന്നില്ല. അപ്പാനി പോയതുകൊണ്ട് അക്ബറിന് പ്രാധാന്യം കിട്ടുന്നില്ല. എല്ലാരെയും ഒരേപോലെ നമുക്ക് കാണാൻ. പിന്നെ അഭിലാഷ് ഒണിയിൽ അവിടെ നിൽക്കുന്നത് എന്തിനാന്നുള്ളത് നമുക്ക് തന്നെ അറിഞ്ഞൂടാ, എന്തിനാണ് പിടിച്ചിരുത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യം കിട്ടുന്നില്ല. ഏത് അഭിലാഷിനും ഒണിയിലും തമ്മിലുള്ള സ്ക്രീൻ ഫേസ് വളരെ കുറവാണ്. ഒരു കാര്യമില്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട്. ടോട്ടലി എല്ലാവരും ഇപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു വലിയ ഒരു ചോദ്യചിഹ്നത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ അനുമോളുടെ ഈ ട്രാക്കിന്റെ ഈ പ്രശ്നം തന്നെ പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ആ ഇഷ്ടത്തിനനുസരിച്ചാണ് എല്ലാരും, അതായത് അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഇവരെല്ലാരും ഈ പറഞ്ഞ് അനുമോളും ആര്യനും ഇങ്ങനത്തെ ഒരു സംഭവത്തില് അവർക്ക് ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ള സാധനം കൂടെ നടന്ന ആൾക്കാർ വരെ അത് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇത് പറഞ്ഞതിന് ശേഷം ഒരു കോമ്പോ ഔട്ടായി പോയത്. ഇപ്പൊ ഇവര് രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്ന കാണുമ്പോൾ അടുത്ത ഉറപ്പായിട്ടും പുറത്തു വരാൻ പോകുന്ന സാധനം ഇതായിരിക്കും. തീർച്ചയായും അടുത്ത കോമ്പോയാണ് അനു പ്ലാൻ ചെയ്യുന്നത്. അല്ലാണ്ട് അനുവിന് വേറെ ഒന്നും ഇല്ല അവിടെ ചെയ്യാൻ. ഈ കോമ്പോ പിടിക്കുന്നതിലല്ല പ്രശ്നം. അതായത് ഇതുവരെ കളിച്ചു വെച്ച, ഇപ്പൊ ഇതുവരെ ക്രിക്കറ്റ് കളിച്ചു, അതിനുശേഷം നേരെ ഫുട്ബോൾ വന്നിട്ട് കളിച്ചു കഴിഞ്ഞാല് നമുക്ക് വല്ലതും മനസ്സിലാവൂ. അതാണ് അവസ്ഥ. ടോട്ടലി അതിന്റെ ബാക്കിയില്ലേ, അതായത് കളി അവസാനിപ്പിക്കണമെങ്കിൽ അതേ കളിയിൽ അങ്ങനെ പോയി അങ്ങനെ ലെവലിലേക്ക് എത്തിയിട്ട് പകുതിയിൽ മുറിച്ചിട്ടിട്ട് വേറെ വഴിക്ക് പോയി. മനസ്സിലാവുന്നുണ്ടോ? സത്യമായിട്ടും അതാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഇത് എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെ കേട്ടോ, ഒരാളെന്നല്ല, എല്ലാരും ഇത് തന്നെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. എല്ലാവരും എനിക്ക് തോന്നുന്നു. പിന്നെയും അതൊന്നും അല്ലാതെ ഒരേപോലെ പോകുന്നത് അക്ബർ മാത്രമേ ഉള്ളൂ. അത് അന്ന് താങ്ങാൻ തുടങ്ങിയ ഇന്നും താങ്ങിക്കൊണ്ട് അക്ബറിന് കളി മാറ്റാനില്ല, സെയിം കളി തന്നെ, അല്ലാണ്ട് വേറെ ഒന്നും അക്ബറിനില്ല. നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അപ്പാനി പോയപ്പോ മസ്താനിയുടെ ആ ഒരു പ്രതികരണല്ലേ, അതിനൊരു പ്രത്യേക നോട്ടം നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും സംഭവിക്കുന്നായിരുന്നു, എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഒന്നുമില്ല. എന്ത് മസ്താനി അവിടെ അടിച്ചുവാരി നടക്കുന്നുണ്ട്. ഏത് സമയത്ത് നോക്കിയാൽ അടിച്ചു വരുന്നുണ്ട്. ഫ്ലോർ ക്ലീനിങ്ങിലാണ്. അക്ബർ അവിടെ വേറെ വഴിക്കും. അക്ബറിന് ഒരു പ്രശ്നമല്ല ശരത്ത് പോയതൊന്നും. അതൊക്കെ ആളൊക്കെ എപ്പോഴോ മറന്നു. ആൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ, ഞാനും അതിന്റെ കൂടെ പോകുമെന്നുള്ളത്. ആള് സേഫ് ആണെന്ന് അറിഞ്ഞപ്പോ ആളത് വിട്ട് തീർന്ന്. ഇത്രേ ഉള്ളൂ. അല്ലെങ്കിലും അവിടെ ഒന്നും പ്രതീക്ഷിക്കരുത് എന്നുള്ളത് ആദില കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവർക്ക്, അതായത് ഇവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഉച്ചക്ക് ഫുഡ് കിട്ടിയില്ല, ഇവർക്ക് മാത്രം ഫുഡ് കിട്ടിയില്ല. അതിന് അവരൊന്ന് ഉറങ്ങിപ്പോയി എന്നാണ് ആദില പറയുന്നത്. പക്ഷെ നൂറെ അതിലത് ബാക്കി ഉണ്ടായിരുന്ന ഒരു തവിയോ അങ്ങനത്തെ കണ്ട ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ജിസയില് മിക്സ് ചെയ്ത് വെച്ചതിനകത്തുനിന്ന് ജിസയില്, അതായത് പാത്രത്തിൽ ലാസ്റ്റ് ഉണ്ടായിരുന്ന മിക്സ് ചെയ്ത് വെച്ചത്, അത് കുറച്ചെടുത്ത് അത് കൊടുത്ത് കറിയും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ മറ്റുള്ളവരൊക്കെ പറയുന്നത്, അവരൊക്കെ പരസ്പരം സംസാരിക്കുന്നത് അത് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് വരണം എന്നാലല്ലേ കിട്ടുള്ളൂ എന്നുള്ളൊരു സാധനമാണ്. പക്ഷെ ഈ ഏതൊരു മനുഷ്യനാണെങ്കിലും നമ്മൾ ചിന്തിക്കില്ല, നമ്മൾ 18 പേരുണ്ട് അവിടെ, ഫുഡ് എടുക്കുന്ന എന്താണെങ്കിലും മനസ്സിലാവൂല. 2 പേര് വരാണ്ടിരിക്കുമ്പോ ഫുഡ് എത്ര ബാക്കി ഉണ്ടാവണ്ടല്ലേ, അത് അത്ര ബാക്കി വെക്കണ്ടേ? അതെ. അതോ അവര് വന്നിട്ടില്ല എന്ന് കരുതിയിട്ട് നമ്മളുള്ള മൊത്തം
ഇത് അവര് വന്നില്ല എന്നുള്ള കാര്യം ഇവർ അറിഞ്ഞിട്ട് പോലും ഇല്ല. എന്നിട്ട് പോയിട്ട് 2-3 പ്രാവശ്യമൊക്കെ ചോറും കറിയൊക്കെ എടുത്തങ്ങ് തിന്ന്. നൂറ പറയുന്നുണ്ട്, അതായത് നമ്മൾ കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്ന സമയത്ത് ബാത്റൂമിലുള്ളവരോട് പോലും പോയി പറയും വിളമ്പാൻ പോവാണ് എന്ന്. അതെ, ഇത് ചെയ്താലല്ലേ അങ്ങനെ പറയുന്നൊരു കാര്യമുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ആ സമയത്ത് വന്നില്ലാന്ന്. അതെ, ഇത് അറിയാതിരുന്നിട്ടല്ല. അറിയാതിരുന്നേക്കല്ലേ. അറിയാതിരുന്നിക്കല്ലേ. അപ്പം എന്നിട്ട് ഈ നൂറ് പറയുന്നൊരു സാധനം ഉണ്ട്, നമ്മളിവര് ഓർത്തില്ലല്ലോ. അതൊരു ഭയങ്കര നമുക്ക് തന്നെ ഫീല് തോന്നും. കാരണം അത് ശരിയാണല്ലോ. ഒരാളെങ്കിലും ഈ അനിമോളൊക്കെ എത്രയോ കൂടെ നടന്നുകൊണ്ടിരുന്ന ആരെങ്കിലും, അത്രയും കൂടെ നടക്കുന്ന ആരെങ്കിലും ഒരാൾ ഓർക്കൂലേ? അനുമോൾക്ക് അല്ലെങ്കിൽ എന്നും എപ്പോഴും നന്ദി ഇല്ല എന്ന് പലരും പറയുന്നുണ്ട്. അതൊരു സത്യം. ഷാനവാസ് ഇന്നലെ പറയുന്നുണ്ട്, ജിസേലിനോട് പറയുന്നുണ്ട്, അതായത് നന്ദിയില്ല ഞാൻ ആളെ. പക്ഷെ അവിടെ ഷാനവാസ് പറഞ്ഞു വളരെ മോശം കാര്യം. ഒരു കാര്യം പറഞ്ഞത് കേട്ടോ, അതായത് ഈ അനുമോളെ സ്വഭാവം അവിടെ നടന്ന കാര്യത്തിനെ കുറിച്ച് പറഞ്ഞതല്ല, പുറത്ത് ആളെ എങ്ങനെ ആദ്യം പരിചയപ്പെട്ടു, ആദ്യം അതായത് അനുമോളുമായിട്ടുള്ള ബന്ധം എന്ത് എന്നുള്ളത് ഷാനവാസ് പറയുന്നത് ഇതാണ്. കുറച്ച് മുൻപ്, കുറച്ച് കുട്ടിയാണ് അനുമോള്. അപ്പോൾ അന്ന് ഒരു സീരിയലിലേക്ക് ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ ആ കഥാപാത്രം നന്നായി അഭിനയിക്കാഞ്ഞിട്ട് റീപ്ലേസ് ചെയ്തു. അത് പറയാൻ പാടില്ല, ആളെ മാറ്റി എന്ന് പറഞ്ഞ ഒരു സാധനം. അതെന്തിനാണ് പറയണേ? അതായത് ആളുടെ കഴിവില്ലായ്മ പുറത്ത് കാണിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും അത് ചെറ്റത്തരാ. ആ പറഞ്ഞത് നമുക്കും പറ്റില്ല. പക്ഷെ അത് പ്രൊഫഷണലിസം ഇല്ല അതില്. അതെ, അതിനകത്ത് കാണിച്ചത് ഭയങ്കര മോശം. പക്ഷെ അതിന്റെ തൊട്ട് മുന്നേ പറഞ്ഞത് കറക്റ്റ് കാര്യമായിരുന്നു. അതായത് അതിന്റെ തലേ ദിവസം വരെ അക്ബറുമായിട്ട് ഏറ്റവും പ്രശ്നം ഉണ്ടായത് എന്തുകൊണ്ടാ? അനുമോളുടെ വിഷയത്തിൽ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് തന്നെയാണ് ഷാനവാസ്. ആ ഒരു സാധനം കഴിഞ്ഞ് ഇവര് തമ്മിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടും തിരിച്ചു വന്നിട്ടും ഒരു മൈൻഡും ഇല്ല ഷാനവാസിനോട്. അത് മാത്രല്ല, ഗെയിമിനിടയില് മാന്തി പൊളിച്ചു കൈ. അതെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവം അവിടെ എപ്പോഴും എടുത്ത് പറയുന്നുണ്ട്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ആദില അവര് തന്നെ ആ സമയത്ത് ആദില അവിടെ ചെറിയ പ്രശ്നമുണ്ട്. അതായത് ആദില നൂറിന്റെ കള്ളി പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭിനയമായിട്ടാണ് ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നത് കേട്ടോ. മറച്ചു വെക്കാൻ അവിടെ ഈ പുതപ്പെടുത്ത് കൊണ്ടുവന്നതും ഡെമോ കാണിക്കാനായിട്ടൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്തത് ഈ നൂറയും ആദിലയാണ്. എന്നിട്ട് അത് പുറത്തു വന്ന് ആകെ നാറും എന്നുള്ളത് തോന്നിയപ്പോ സച്ചേ ഡാറ്റി എന്താ പറഞ്ഞത്, എന്തോ ഇംഗ്ലീഷ് മോശമായിട്ട് വളരെ മോശം എന്നുള്ള രീതിയിലാണ് അനുമോളെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ അതിനുശേഷം പിന്നെ ഇതിനു മുൻപും ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ സീറ്റ് കൊടുക്കാതെ അനുമോള് നിലത്തിരിക്കുന്നൊരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ലെവലിലേക്കൊക്കെ ഇത് പോയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അനുമോള് ചിലപ്പോ വിളിക്കാതിരുന്നതാവാം. പക്ഷെ എങ്കിലും ആ ഒരു നന്ദിയില്ലായ്മ എപ്പോഴും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്നലെ മുതല് അതന്നെ ഉള്ളൂ. ഞാൻ പല സമയത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവർ രണ്ടുപേരും ഇരിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ അനു അങ്ങോട്ടൊക്കെ ചെന്ന് അവരുടെ കൂട്ടത്തിലിരുന്ന് സംസാരിക്കുന്നതാണ് എപ്പോഴും. ഇതിന് ഈ ഒരു 2-3 ദിവസങ്ങൾക്ക് മുന്നേ. ഇപ്പൊ ഇന്നലെ അവർ രണ്ടുപേരും മാത്രം കിടക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. പക്ഷെ അതല്ല ആദില, നീ എന്റെ അടുത്ത് വരണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത് അനുമോളോട്. അതേതായാലും നന്നായി. വേണ്ട, നീ വരണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. അല്ല, അതും ഒരു ഗെയിമാണ്. അത് നമ്മൾ സമ്മതിച്ചു. അല്ലെങ്കിൽ ആദില നൂറയും എന്താവും അനുമോളുടെ നിഴലായി മാറും. അതെ, ഇനി അതായിരിക്കും പിന്നീട് ശൈത്യായ പോലെ. സത്യം, അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ശരിക്കും ഒറ്റക്ക് നിന്ന് മത്സരിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ആർക്ക്? ആദില നൂറക്ക്. അതുകൊണ്ട് അവര് ഒരിക്കലും ഒരാളുടെ കൂടിയും കൂടാതെ ഒറ്റക്ക് കളിക്കുന്നതിനാണ് ശരി. എല്ലാവരും അങ്ങനെ തന്നെ കളിക്കേണ്ടത്, അത് വേറെ കാര്യം. പക്ഷെ ആർക്കും അതിനുള്ള കഴിവില്ല. എന്താണെങ്കിലും ഇന്നലെ ബാക്കി ഉണ്ടായിരുന്ന ക്യാപ്റ്റൻസി ടാസ്ക് നമ്മുടെ ഒനിയിലും ജിസേലും അഭിലാഷായിരുന്നു മത്സരിച്ചത്. മറ്റേ എന്തായാലും പറയാ, ബോള് നമ്മളെ കളർ സെറ്റ് ആക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ബോൾ സോർട്ട് ചെയ്യാന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു സാധനം. ആ സാധനമായിരുന്നു ഗെയിം. ഒരു 3 റൗണ്ടായിട്ടേ കളിക്കേണ്ടി വന്നു ഫൗള് വന്നിട്ട്. എന്താണെങ്കിലും അഭിലാഷ് ജയിച്ചു, വിന്നറായി. ആള് ക്യാപ്റ്റനായി മാറി. അതോടെ ക്യാപ്റ്റനായിട്ട് വന്നു കഴിഞ്ഞിട്ട് എന്റെ പൊന്നേ എന്താ അവിടെ നടന്നത്? ഒരു ടീമിനെ തിരിച്ചതാണ്. അവസാനം ഞാൻ വിചാരിച്ചു ക്യാപ്റ്റൻ ഒരു അത് ലക്ഷ്മി എടുത്തു. ക്യാപ്റ്റൻ പറയട്ടെ, അയാള് തീരുമാനിക്കുന്നതാണ്. പിന്നെ അല്ലാണ്ട് ഇവരുടെ ഇഷ്ടത്തിന് അങ്ങ് മാറുക. അത് ആ രീതിയിൽ. അതായത് ഇപ്പോ എന്ത് ഹ്യൂമാനിറ്റി, അതായത് നീ അവിടെ ചെയ്യണം, അത്രേ ഉള്ളൂ എന്നങ്ങോട്ട് കൽപ്പിക്കണം ക്യാപ്റ്റൻ. അഭിലാഷ് ഈ സാധനം 3-4 പ്രാവശ്യം പറഞ്ഞുണ്ട് ഇതങ്ങനെ ചെയ്യണമെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെയും
പിന്നെ അവിടെ കിടന്ന് പൊട്ടി ഇങ്ങനെ പൊട്ടി ഇവന് ഒരു സമാധാനം കൊടുക്കുന്നില്ല. അതെ അങ്ങനെ വരുമ്പോ ലാസ്റ്റ് ഗതി കേട്ട് നീ എന്തെങ്കിലും കാണിക്കല്ലേ അവിടെ പോയിക്കുന്ന പറയില്ലേ, ആ അവസ്ഥയായിരുന്നു ഇന്നലെ. എന്തൊരു മോശം ടീമാണെന്ന് ഞാൻ ആലോചിച്ചു. അതായത് വെസൽ ടീമിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലർക്ക് പറ്റൂല. ബാത്റൂം ടീമില് അല്ല ടോയ്ലറ്റ് ക്ലീനിങ്ങിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്നറിയാം ഈ സംഭവം. എന്റെ കാഴ്ചപ്പാട് ഞാൻ കണ്ടു വെച്ചെനിക്ക് ഇവർ ഒരുമിച്ചിരിക്കുന്ന കുറച്ച് ടീമുകളുണ്ട്. ഇവർക്കൊക്കെ എപ്പോഴും ഒരുമിച്ച് ബാത്റൂം ആണെങ്കിൽ അവർ ഒരുമിച്ച്, അവർക്ക് ഒരു കുഴപ്പമില്ല. വെസൽ ടീമിലാണെങ്കിൽ അവർ ഒരുമിച്ച്, അവർക്ക് കയ്യിലും പ്രശ്നം ഉണ്ടാവില്ല, കാലിലും പ്രശ്നം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ കുറെ ടീം. അനുമോളില്ലേ, അനുമോള് ബാത്റൂം ടീമിൽ നിൽക്കൂല എന്നുള്ള രീതിയിൽ ആദ്യം പറഞ്ഞു. അതെ. ശേഷം പ്രവീണ് പിന്നെ ആരൊക്കെയാ കിച്ചൺ ടീമിലേക്ക് മാറാൻ പറഞ്ഞു. അപ്പോഴേക്കും അവിടെ ജിഷിനുണ്ട്, പ്രവീണുണ്ട്, അനുമോൾക്ക് ഒരു കുഴപ്പമില്ല. അതുവരെ അനുമോള് കിച്ചണ് ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. അതായത് അക്ബറൊക്കെ ഉള്ളതുകൊണ്ട് അവരെ കണ്ടു കഴിഞ്ഞപ്പോ ഓക്കെ അങ്ങോട്ട് പോയി. അത് പ്രവീണ് ജിഷിനും ഒക്കെ വന്നപ്പോ അവരുടെ കൂടെ ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ജിസേലിന് വെസൽ ടീമിൽ പോകാൻ പറ്റൂല. ജിസേലിന്റെ കയ്യില് വെള്ളമാവും. അതോ മറ്റൊരാളുടെ ഓക്കെ പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞിട്ട് മറ്റൊരാളുടെ കയ്യിന്റെ പ്രശ്നം പറഞ്ഞപ്പോഴാണ് ജിസേല് ഓർമ്മ വന്നത്, എന്റെ കൈ ഇവിടെ മുറിഞ്ഞിട്ടുണ്ട്, അതിനകത്ത് വെള്ളം തെറിക്കൂലേ. ഇതൊക്കെ എന്തൊക്കെയോ നടന്ന്. എന്തായാലും ഒരു കാര്യം പറഞ്ഞുതരാ, വൈൽഡ് കാർഡ് വന്നവർക്കും അതേപോലെ അവിടെ ഉള്ള നിങ്ങൾ വലിയ സീനിയേഴ്സ് ആണല്ലോ, ഹൗസ്മേറ്റ്സ്, അവർക്കും എന്താണ് ഇപ്പൊ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു പിടുത്തമല്ലാതെ നിൽക്കുന്ന അവസ്ഥയിലാണ്. എങ്ങനെ മുന്നോട്ട് പോകുന്ന പോലും നമുക്ക് പറയാൻ പറ്റില്ല കാര്യം. അതെ, സത്യമായിട്ടും. ഇനി ഇത് എന്ത് രീതിയിലായിരിക്കും വരാൻ പോകുന്നത്, അതായത് ഈ എല്ലാം ഇനി പുതിയതായിട്ട് തുടങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ എങ്ങനെ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല, ഏത് രീതിയിലുള്ള പ്രേക്ഷകരാണെന്നൊന്നും. ഇതുവരെയുള്ള മൊത്തം ട്രാക്ക് മാറി. അതെ, ഇനി പുതിയ കളികളായിരിക്കും. അതായത് പുതിയതായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കാണാം, അത്രേ ഉള്ളൂ. അതോടെ പുതിയതായിട്ട് ഇന്ന് വരുന്നുണ്ട് അല്ലേ, ഫാൻസ് ഒക്കെ മാറി മറിയും. അപ്പോഴേക്കും ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നവർ അവിടെയും, അവിടെ ഉള്ളവർ ഇവിടെയും വരും. ഇതുവരെ അങ്ങനെ ഒരു സീസണിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അത്രക്ക് വേറെ ലെവലിലേക്കാണ് ഇത് പോകുന്നത്. വേറെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി നല്ല കേട്ടോ, മോശം ലെവലിലേക്ക്, താഴത്തെ ലെവലിലോട്ട്. എന്തായാലും ഇന്ന് നമ്മുടെ അഖിൽമാരാറും അഭിഷേകും സെറീനയും ഹൗസിനുള്ളിലോട്ട് വരുന്നുണ്ട്. അതായത് ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇതില് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള എത്ര ഉള്ളൂ, അഖിൽമാരാറിന്റെ നിലപാടേ ഭയങ്കര, ബിഗ് ബോസ് അതാണ്, ബിഗ് ബോസ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ ഒരാള്, സ്ത്രീകളെ എന്തൊക്കെ ചൂഷണം ചെയ്യുന്നു ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ ആള്, അതിനു മുൻപ് ആദ്യം ആള് പറഞ്ഞു ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ നല്ലത് ലുലുമാള് പോയി തുണി പൊക്കി കാണിക്കുന്നതാണെന്ന്. ഓക്കെ, ശേഷം കണ്ണു തുറന്നപ്പോ ബിഗ് ബോസിന്റെ ഉള്ളില് എന്നിട്ട് ആള് പറയാണ് ഞാൻ വിചാരിച്ച പോലില്ല, ബിഗ് ബോസ് വേറെ ലെവലാണ്. അത് കഴിഞ്ഞ് കപ്പൊക്കെ അടിച്ചു പോയി. അത് കഴിഞ്ഞ് പിന്നെ ബിഗ് ബോസ് അതാണ് ഇതാണ് മാരകമായിട്ട്, ബിഗ് ബോസിനില്ലാത്ത കുറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല. അതായത് അത് ഭയങ്കരമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടും, ബിഗ് ബോസിനെതിരെ, അത് എത്ര വലിയ കമ്പനിയാണ് ഞാൻ പോരാടും എന്ന് പറഞ്ഞ് നിന്നൊരാള് ഇപ്പൊ അതാ ബിഗ് ബോസിന്റെ ഹൗസിനുള്ളിൽ വീണ്ടും. അതായത് സ്ത്രീകൾക്ക് ചൂഷണം നേരിടുന്ന ഒരു ഷോയുടെ ഉള്ളിൽ അവര് വിളിച്ച് സാറേ ബോസേ എന്നുള്ള, അതായത് ഞാൻ ഏറ്റോളാം തമ്പ്ര പറ, ആ രീതിയിൽ ഒരു അടിമയെ പോലെ. ചിലപ്പോ മനുഷ്യാവകാശ കമ്മീഷൻ വിട്ടതായിരിക്കും, കണ്ടെത്താൻ എന്തെങ്കിലും പ്രശ്നം, ചൂഷണങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ. എന്തായാലും നിലപാടിന്റെ രാജകുമാരൻ തന്നെ. അയ്യോ, പക്ഷെ ഓരോ സമയത്ത് ഓരോ നിലപാടാന്നേ ഉള്ളൂ. നിലപാടിന്റെ രാജകുമാരനൊക്കെ മിനിറ്റുകൾക്കകം നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. എന്നാ ശരി.